ഇസ്രായേലിന്റെ എല്ലാ അനുഭവം കൊണ്ട് അവരുടെ എല്ലാ സാധനങ്ങളുണ്ട്, ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങൾ, തൊട്ടയൽ രാജ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നമസ്കാരം. നമ്മൾ കേരളത്തിലെ ചിലരുടെ മനോഭാവം, ആ മനോഭാവം കാരണം സത്യം മറച്ചു വെച്ചിട്ട് അസത്യം വിളിച്ചു പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കാനായി സമയം ചെലവഴിക്കുന്ന ചിലർ, അവരാണ് ഫേസ്ബുക്കിന്റെ, യൂട്യൂബിന്റെയും വീഡിയോസിന്റെ പോസ്റ്റിന്റെ താഴെ വന്ന് കണ്ടെത്തേറി വിളിക്കുന്നത്. നല്ല വാക്ക് പറയില്ല. അവരുടെ അറിവിലേക്കാണ് ചില കാര്യങ്ങൾ. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം നടക്കുമ്പോൾ ആ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ ഇപ്പൊ പ്രതിപക്ഷത്ത് ഇവര് നിർത്തിവെക്കാം. സത്യത്തിൽ ഇറാൻ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടുള്ള ഒരു രാജ്യമല്ല. നമുക്ക് എപ്പോഴും അറിയാം, പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഈ ഇസ്രായേലാണ് എവിടെയും കയറി കുളം കലക്കുന്നതും എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, തിരിച്ചടിക്കുമ്പോൾ ആ തിരിച്ചടിക്കുന്നതിനെ ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുറച്ചെണ്ണം കൂടി തന്നെ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്നാൽ മുസ്ലിമിനെ ആക്ഷേപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം. ഇതിപ്പോ ഞാനൊരു മുസ്ലിം ആണെങ്കിൽ എന്റെ പോസ്റ്റിന് താഴെ വന്ന് എന്നെ തെറി വിളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം. അവർക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞാൽ പിരാന്താണെന്നും ആ പ്രാന്തിന് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ ആപത്താണെന്നും അവർ തിരിച്ചറിയുന്നില്ല. അവർക്ക് പിരാന്താണ് എന്നറിയാവുന്നതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ അതിന് മറുപടി പറയാത്തത്. ആ നിലയിൽ ആ കമന്റിന് താഴെ അവർ വിളിക്കുന്ന പച്ചത്തെറികൾക്ക് അതേ ഭാഷയിൽ വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വിളിക്കില്ല. അങ്ങനെയാ. പകരം ഞാൻ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമില്ലാത്തത് തിരിച്ചവർക്ക് തന്നെ കൊടുക്കും. അവരെടുത്തില്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കും. അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാത്തത്. ഇനി ഇസ്രായേലിന്റെ ഇറാന്റെ ആ ഭാഗത്തെ ഒരു ചരിത്രം ഒന്ന് നോക്കണം. 1956 സൂയസ് പ്രതിസന്ധി. ഈജിപ്ത് സൂയസ് കനാല് ദേശീയവൽക്കരിച്ചതിനെ തുടർന്ന് ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരുമായിട്ട് ചേർന്നിട്ട് ഇസ്രായേൽ ആദ്യം ഈജിപ്തിനെ അങ്ങോട്ട് ആക്രമിച്ചു. ആദ്യം ഈജിപ്തിനെ ഇസ്രായേലാണ് ആക്രമിച്ചത്. തിരിച്ചടിച്ചതുകൊണ്ട് പിന്നെ ഈജിപ്ത് കുഴപ്പമാണ്, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഈജിപ്തിനൊപ്പം ചേർന്നിട്ടുള്ള രാജ്യങ്ങളൊക്കെ പ്രശ്നക്കാരായി മാറും. സത്യത്തിൽ ആരാ ആദ്യം അടിച്ചത്? ഇസ്രായേലാണ്. ഇനി 1967 6 ദിന യുദ്ധം, 6 Day War, ഈജിപ്ത് അവരുടെ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചു. കാര്യം നേരത്തെ ഇസ്രായേൽ കയറി അടിക്കുന്ന പരിപാടിയുണ്ട്. ഇസ്രായേൽ കയറി അടിക്കുന്നവർക്ക് അറിയാം. അത് മുൻകൂട്ടി വിവരം കിട്ടുമ്പോൾ അവരവരുടെ രാജ്യത്ത് സൈന്യത്തെ വിന്യസിച്ചു. എന്നിട്ട് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിലെ കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇസ്രായേലാണ് അവരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും കയറി ആക്രമിച്ചത് അവരാണ്. അവർക്ക് ഭീഷണിയായി നിൽക്കുന്നതും ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ കപ്പൽ തൽക്കാലം അതുവഴി വരണ്ട എന്ന് പറഞ്ഞിട്ട് അവർ തടയിട്ടു. അല്ലാതെ ആക്രമിക്കാനൊന്നും പോയില്ല. ഒരു പ്രതിരോധം തീർത്തു നിന്നു. പക്ഷെ ഒരു ആക്രമണം പ്രതീക്ഷിച്ച് ഇസ്രായേൽ കാത്തു നിന്നു. കാര്യം ഒരു ബോംബ് ഇങ്ങോട്ട് വീഴണം, അല്ലെങ്കിൽ ഒരു മിസൈൽ ഇങ്ങോട്ട് വീഴണം, ഏതായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഴണം. വീണ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അടിക്കാമെന്ന് കാത്തു നിന്ന ഇസ്രായേലിന് പക്ഷെ തെറ്റി. ഇസ്രായേലിലേക്ക് ഒരു ആയുധവും വന്നില്ല, ഒരു ഈർക്കിൽ പടക്കം പോലും അവർ വലിച്ചെറിഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ ഈജിപ്തിന്റെ മേല് ഒരു വ്യോമാക്രമണം അങ്ങോട്ട് നടത്തി, യുദ്ധം അങ്ങോട്ട് തുടങ്ങി. അതായത് ആദ്യം കയറി ഈജിപ്തിനെ അടിച്ചത്, ആ രണ്ടാമത്തെ തവണയും കയറി അടിച്ചത് 1967 കയറി അടിച്ചതും ഇതേ ഇസ്രായേൽ തന്നെയാണ്. ഇനി 1973 യോം കിപ്പൂർ യുദ്ധം നോക്കാം. ഇതിനു മുമ്പുള്ള യുദ്ധത്തിലും അല്ലാതെയും ഒക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ള അവരുടെ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ, മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ത്യയിലും ചെയ്യൂലേ? പാകിസ്ഥാൻ കയറി ഒന്ന് മാന്തിയപ്പോ 2 എണ്ണം മാന്തി അത് തിരിച്ചു പിടിക്കാൻ കാരണം എന്താ അറിയാലോ നമുക്ക്. ആ മലേന്റെ മുകളിൽ, മഞ്ഞിന്റെ മുകളിൽ നമ്മളെ പട്ടാളക്കാർ എത്ര പേരാ ജീവൻ വിട്ടത്, എത്ര പേരാ ജീവൻ വെടിഞ്ഞു പോയത്? നമുക്ക് വേണ്ടിയല്ലേ അവർ. അതിനെ നമ്മൾ അഭിമാനമായിട്ട് പറയുന്നു. അതുപോലെ ഈജിപ്തിന്റെ പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തും സിറിയയും ചേർന്നിട്ട് ഇസ്രായേലിനെ അപ്രത്യക്ഷമായിട്ട് ആദ്യം ആക്രമിച്ച ഒരു ചരിത്രമുണ്ട്. അതാണ് അവിടെ ഉള്ളത്. ആകെ അങ്ങോട്ട് കയറി ആക്രമിച്ചു. പക്ഷെ അതിനു മുമ്പ് ഇസ്രായേലാണ് ഇങ്ങോട്ട് ആക്രമിച്ച് ഇവരുടെ സ്ഥലങ്ങൾ കയറി കൈയടക്കിയത്. ആ കൈയടക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് ആ സ്ഥലം പിടിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ അതിനുശേഷം 1948, 1967, 73 കാലഘട്ടങ്ങളിലെ യുദ്ധങ്ങൾ, ഈജിപ്തിനൊപ്പം സിറിയയും ഈ യുദ്ധങ്ങളിൽ പങ്കാളിയായിരുന്നു. 1948 1973 സിറിയ ഉൾപ്പെടെയുള്ള അറബ് സഖ്യം ആക്രമിക്കാനായിട്ട് നോക്കുമ്പോൾ 1967 ഇസ്രായേലാണ് വ്യോമാക്രമണത്തിലൂടെ ആദ്യം അടി തുടങ്ങിയത്. കൂടാതെ സിറിയയിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടിട്ട് ഇസ്രായേൽ അങ്ങോട്ട് പലപ്പോഴും ഈ സിറിയൻ അതിർത്തിക്കുള്ളിലേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതല്ലേ നമ്മൾ ഇതിനു മുമ്പ് വാർത്തകളിൽ പലപ്പോഴും പറഞ്ഞതാണ്. ഇനി 1981 ഓപ്പറേഷൻ ഓപ്പറ എന്ന് വേണമെങ്കിൽ പറയാം, ഇറാഖ് ആണവായുധം നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ, നമുക്കറിയാവുന്നതാ ഇതിനു മുമ്പ് നടന്നത്,
ഇറാഖ് അവിടെ ആണവായുധം ഉണ്ടാക്കുന്നത്രേ. രാസായുധം എന്ന് അമേരിക്ക പറഞ്ഞു. ഇറാഖ് അവിടെ ആണവായുധം നിർമ്മിക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വ്യോമസേന ഇറാഖിലെ ഒഷരാഖ് ആണവ റിയാക്ടർ ബോംബിട്ട് അങ്ങോട്ട് തകർത്തു. അവിടെ ഇസ്രായേലാണ് ആദ്യമായിട്ട് ബോംബാക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ എല്ലാ അണുബോംബുണ്ട്, അവരുടെ എല്ലാ സാധനങ്ങളുണ്ട്, ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങൾ, തൊട്ടയൽ രാജ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതായത് ഇറാഖ് ആണവായുധം ഉണ്ടാക്കിയിട്ടില്ല. നമുക്കറിയാലോ, ഇറാഖിനെ അമേരിക്ക തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷം അവിടെ പരിശോധിച്ചപ്പോഴത്തേക്കും അവിടെ രാസായുധം ഇല്ല, ഒരു പിണ്ണാക്കും അവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് ഇറാഖിനെ തകർക്കുക എന്നുള്ളായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് അവർ നടത്തി. അത് ഇസ്രായേലും അത് തന്നെ. ഇസ്രായേൽ പറഞ്ഞത് അവിടെ ആണവായുധം നിർമ്മിക്കുന്നതാണ്. അവിടെ ബോംബിട്ടിട്ട് അവരുടെ ആണവ റിയാക്ടർ അങ്ങോട്ട് തകർത്തു. അവരുടെ ഊർജ മേഖല അങ്ങനെ അവതാളത്തിലാകുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാ ഒരു മേഖല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഇസ്രായേലാണ് എപ്പോഴും ചതിയനായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലാണ് എവിടെയും ഒരു വില്ലനായിട്ട് നിൽക്കുന്നതെന്ന് കാണാം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു തലവേദന എന്ന് പറയുന്നത്, ഈ ഇന്നത്തെ തലവേദന, ഈ ജനങ്ങൾക്ക് മൊത്തം ആശങ്ക, ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ആശങ്ക എന്ന് പറയുന്നത് അതിൽ ഒന്നാമത് ഇസ്രായേലാണ്, അതോടൊപ്പം അമേരിക്കയാണ്. ഈ രണ്ട് രാജ്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്ക്, ഈ രണ്ട് രാജ്യങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി, ഇസ്രായേലും അമേരിക്കയും മാത്രം വിചാരിച്ചാൽ മതി, തങ്ങളെ രാജ്യത്തെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ മാത്രമേ ഞങ്ങൾ തിരിച്ചടിക്കുള്ളൂ, അല്ലാതെ ഞങ്ങൾ ആരെ അടിക്കൂല, ഞങ്ങൾക്കുള്ളത് മതി, ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കും എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് അക്രമം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകം അങ്ങോട്ട് സമാധാനമാവും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇറാന്റെ തോളത്തിൽ നിന്ന് കയറുന്നത്. ഞാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാനാണ് ന്യായത്തിന്റെ ഭാഗത്തുള്ളത്. അതുകൊണ്ടാണ്. ഇറാൻ നാളെ തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ തെമ്മാടിത്തരത്തിന് കൂട്ടി നിൽക്കുകയില്ല. അത്രയേ ഉള്ളൂ എന്റെ കാര്യം എന്ന് പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.